സോ ഡിയർ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഈ സിവിനിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് ഗ്രാറ്റുവിറ്റി ആണ്. ഓക്കെ, ഗ്രാറ്റുവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആണ്. ഒരാൾ സർവീസിൽ നിന്ന് റിട്ടയർ ആയതിനു ശേഷമാണ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്ന ഒരു പേയ്മെന്റ് അയാൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് എ പേയ്മെന്റ് മെയ്ഡ് ബൈ ദി എംപ്ലോയർ ടു ആൻ എംപ്ലോയി ഇൻ അപ്രിസിയേഷൻ ഓഫ് ദി പാസ്റ്റ് സർവീസസ് റെന്റഡ് ബൈ ദി എംപ്ലോയി. അതായത് ഒരു എംപ്ലോയി ഒരു സ്ഥാപനത്തിൽ ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ട് ഒരു 30 or 20 വർഷങ്ങൾ കഴിഞ്ഞ് അയാൾ റിട്ടയർ ആവുകയാണെങ്കിൽ അയാളുടെ പാസ്റ്റ് സർവീസ്, അയാൾ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ചെയ്ത പാസ്റ്റ് സർവീസിനുള്ള ഒരു അപ്രിസിയേഷൻ ആയിട്ട് കൊടുക്കുന്ന എമൗണ്ട് ആണ് എന്ത്, ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. ദെൻ ഈ ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ റിസീവ് ചെയ്യാം. ഒന്നുകിൽ എംപ്ലോയി ഹിംസെൽഫ്, എംപ്ലോയി തന്നെ എന്ത് ചെയ്യുന്നു, ഗ്രാറ്റുവിറ്റി വാങ്ങുന്നു. അങ്ങനെ ഒരു എംപ്ലോയി സർവീസിൽ നിന്നും റിട്ടയർ ആയി അയാൾ തന്നെ പോയിട്ട് അയാളുടെ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുകയാണെങ്കിൽ ആ ഗ്രാറ്റുവിറ്റി ഇൻകം ഏത് ഹെഡിന്റെ അണ്ടറിൽ കാണിക്കും, സാലറീസ് എന്ന് പറയുന്ന ഹെഡിന്റെ അണ്ടറിലാണ് നമ്മൾ കാണിക്കുക. ഇനി എംപ്ലോയിക്ക് അത് റിസീവ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഇഫ് സപ്പോസ് റിട്ടയർ ആയതിനു ശേഷം എംപ്ലോയി മരിച്ചു പോവുകയോ അല്ലെങ്കിൽ ഡെത്ത് കം റിട്ടയർമെന്റ്, അയാൾ മരിച്ചതിന് ശേഷം അയാൾ സർവീസ് കട്ടായി പോവുകയോ ചെയ്യുകയാണെങ്കിൽ അയാളുടെ ലീഗൽ ഹെയർസ് ആയിരിക്കും ആ ഗ്രാറ്റുവിറ്റി എന്ത് ചെയ്യാം, റിസീവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആ ഇൻകം ഏതിൽ കാണിക്കും, ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്ന ഹെഡിലാണ് കാണിക്കുക. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്സംഷൻ ആണ്. ഓക്കെ, ഗ്രാറ്റുവിറ്റി നമുക്ക് ഒരു ഫുൾ എമൗണ്ട് ഗ്രാറ്റുവിറ്റി കിട്ടിക്കഴിഞ്ഞാൽ, ആഫ്റ്റർ റിട്ടയർമെന്റ് ഗ്രാറ്റുവിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഒരു പർട്ടിക്കുലർ പോർഷൻ നമ്മൾ എന്തടയ്ക്കണ്ട, ടാക്സ് അടയ്ക്കണ്ട. ബാക്കി പോർഷൻ എന്തടയ്ക്കണം, ടാക്സ് അടയ്ക്കണം. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു പോർഷൻ എന്തായിട്ട് മാറുന്നു, എക്സംപ്റ്റഡ് ആയിട്ട് മാറുന്നു. മറ്റൊരു പോർഷൻ എന്തായിട്ട് മാറുന്നു, ടാക്സബിൾ ആയിട്ട് മാറുന്നു. അപ്പൊ എങ്ങനെയാണ് ഈ എക്സംപ്റ്റഡ് പോർഷൻ കണ്ടുപിടിക്കുക എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് ഗവൺമെന്റ് എംപ്ലോയീസിനാണ് ഗ്രാറ്റുവിറ്റി കിട്ടുന്നത് എങ്കിൽ അവർക്ക് കിട്ടുന്ന മുഴുവൻ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി എന്താണ്, എക്സംപ്റ്റഡ് ആണ്. ഇഫ് സപ്പോസ് ഒരു ഗവൺമെന്റ് എംപ്ലോയിക്ക് 1 lakh rupees ഗ്രാറ്റുവിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഈ 1 lakh rupees എന്താണ്, എക്സംപ്റ്റഡ് ആണ്. അയാൾ അതിന് എന്തടയ്ക്കണ്ട, ടാക്സ് അടയ്ക്കണ്ട. ആ 1 lakh എന്തിൽ കാണിക്കണ്ട, ഇൻകത്തിൽ കാണിക്കേണ്ട ആവശ്യം വരുന്നില്ല. ഗവൺമെന്റ് എംപ്ലോയീസിൽ കാൽക്കുലേഷൻ ഒന്നും വരുന്നില്ല, വളരെ സിമ്പിൾ ആണ്. അവർക്ക് കിട്ടിയ ഗ്രാറ്റുവിറ്റി മുഴുവൻ എന്താണ്, എക്സംപ്റ്റഡ് ആണ്. ഇനി നോൺ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നോൺ ഗവൺമെന്റ് എംപ്ലോയീസ് പറയുമ്പോൾ പ്രൈവറ്റ് എംപ്ലോയീസ്, ഇവർ നമ്മൾ ഈ കേസിന്റെ അണ്ടറിൽ രണ്ട് സിറ്റുവേഷൻ വരും. ഒന്ന്, എംപ്ലോയീസ് കവേർഡ് അണ്ടർ ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ അണ്ടറിൽ കവേർഡ് ആയിട്ടുള്ള നോൺ ഗവൺമെന്റ് എംപ്ലോയീസ്, നോട്ട് കവേർഡ് ആയിട്ടുള്ള നോൺ ഗവൺമെന്റ് എംപ്ലോയീസ്. ഇവിടെ രണ്ടുപേരുടെയും കാൽക്കുലേഷന്റെ രീതികൾ വ്യത്യാസമുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എംപ്ലോയീസ് കവേർഡ്. എംപ്ലോയീസ് എന്താണ്, കവേർഡ് അണ്ടർ ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ അണ്ടറിൽ കവേർഡ് ആയിട്ട് വരുന്ന എംപ്ലോയീസിന്റെ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഷാൾ ബി എക്സെപ്റ്റ്. ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഷാൾ ബി എക്സെപ്റ്റ്. ഈ 3 എണ്ണം നോക്കുക. ഇതിൽ ഈ 3 എണ്ണത്തിലെ ഏതാണോ ലീസ്റ്റ് എമൗണ്ട്, അതെന്തായിരിക്കും, എക്സെപ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഓക്കെ, അപ്പോ ഈ ഗ്രാറ്റുവിറ്റി ആക്ച്വലി റിസീവ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വസ്റ്റ്യനിലെ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും എത്രയാണ് അയാൾക്ക് കിട്ടിയ ഗ്രാറ്റുവിറ്റി എന്നുള്ളത്. അത് വളരെ ഈസിയാണ്. പിന്നെ 20 lakh ആസ് പെർ ദ റൂൾ 20 lakh ഒരു ക്രൈറ്റീരിയ ആയിട്ട് വെക്കുന്നു. പിന്നെ 15 days സാലറി ഫോർ എവറി കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. അവിടെയാണ് ഒരു കാൽക്കുലേഷൻ നമുക്ക് ആവശ്യം വരുന്നത്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ റിട്ടയർ ആവുന്ന ആ ലാസ്റ്റ് മന്ത്, ഇപ്പൊ അയാൾ നവംബർ 30th റിട്ടയർ ആയിട്ടുള്ളത് എങ്കിൽ, ആ നവംബറിലെ സാലറിയാണ് ലാസ്റ്റ് ഡ്രോൺ സാലറി എന്ന് പറയുന്നത്. ഓക്കെ, ഡിവൈഡഡ് ബൈ 26. അതായത് ഒരു മാസം 4 ലീവ് വരും എന്നുള്ളൊരു കാൽക്കുലേഷനിലാണ് 30 - 4 = 26 വന്നിട്ടുള്ളത്. അത് നിങ്ങൾ അങ്ങനെ ഓർത്ത് വെക്കുക. ഡിവൈഡഡ് ബൈ 26 ഇൻറ്റു 15. അത് 15 നമ്മുടെ റൂളിലുള്ള നമ്പറാണ് കേട്ടോ. 26 നമ്മുടെ റൂളിലുള്ള നമ്പറാണ്, 15 നമ്മുടെ റൂളിലുള്ള നമ്പറാണ്. ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ്. നമ്പർ ഓഫ് ഇയേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ സർവീസിൽ എത്ര വർഷം അയാൾ സർവീസിൽ ഇരുന്നുണ്ടോ എന്നുള്ളതാണ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത്. കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ആണ്. ഓക്കെ, കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. അവിടെ വരുന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് 34 yearsഉം 4 monthsഉം ആണ് സർവീസിൽ ഇരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ പാർട്ട് ഓഫ് എ ഇയർ ഉണ്ടല്ലോ, ഇത് പാർട്ട് ഓഫ് എ ഇയർ ആണല്ലോ.
പാർട്ട് ഓഫ് ഇയർ 6 അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് ചെയ്യും? 6 months അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യും? അഗ്രിഗേറ്റ് ചെയ്ത് 1 year ആയിട്ട് എടുക്കും. അഗ്രിഗേറ്റ് ചെയ്ത് 1 year ആയിട്ട് എടുക്കും. അപ്പൊ ഈ 34 year 4 months എന്ന് പറയുമ്പോൾ ഇത് 6നേക്കാളും വലിയ സംഖ്യയാണോ? അല്ല. അപ്പൊ നമ്മൾ 34 years ആണ് അയാളുടെ കംപ്ലീറ്റഡ് സർവീസ് ആയിട്ട് എടുക്കുക. ഓക്കെ. ഇനി സപ്പോസ് ഒരാളുടെ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് 32 yearsഉം 9 months ആണ്. സോ പാർട്ട് ഓഫ് എ ഇയർ ഈസ് ഗ്രേറ്റർ ദാൻ 6. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 അല്ലേ പാർട്ട് ഓഫ് ഇയർ തന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള പാർട്ട് ഓഫ് ഇയർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ഒരു വർഷമായിട്ട് കൺവേർട്ട് ചെയ്യും. ആ വർഷമായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇയാളുടെ അഗ്രഗേറ്റ് സർവീസ് പീരീഡ് എന്ന് പറയുന്നത് എത്ര വരും? 33 years വരും. ഇതൊന്ന് ഓർത്ത് വെക്കാനായിട്ട് കവേർഡില് പാർട്ട് ഓഫ് ഇയർ കവർ ചെയ്യും. അങ്ങനെ പഠിച്ചാൽ മതി. കവേർഡില് അതായത് എംപ്ലോയീസ് കവേർഡ് അണ്ടർ ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിലെ പാർട്ട് ഓഫ് ഇയർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 6 തന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കവർ ചെയ്യും. കവേർഡ് കവർ അങ്ങനെ പഠിച്ചു വെച്ചാൽ കവേർഡ് കവർ. ഓക്കെ, അങ്ങനെ പഠിച്ചു വെച്ചാൽ അത് നമുക്ക് ഇതിന്റെ ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. മിസ്റ്റർ ആർ റിട്ടയേഴ്സ് ഫ്രം എ കമ്പനി ഓൺ 4th January 2024. എന്നാ റിട്ടയർ ആവണേ? 4th January 2024. Serving 16 years at the time of retirement, his basic salary. അത് ഞാൻ പറയാൻ വിട്ടു പോയതാണ്. ഇതിലെ ബേസിക് സാലറിയുടെ കണ്ടന്റ്സ് എന്തൊക്കെ വരും എന്നുള്ളത് ഞാൻ പറയാൻ വിട്ടുപോയി. സാലറിയുടെ കണ്ടന്റ്സ് വന്നിട്ട് സാലറി ഈസ് ഈക്വൽ ടു ബേസിക് പേ പ്ലസ് DA. DA ഇഫ് പാർട്ട് ഓഫ് സാലറി എന്ന് കണ്ടീഷൻ ഒന്നും ഇല്ല കേട്ടോ. DA ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ എടുക്കുക. ഇവിടുത്തെ കണ്ടീഷൻ അങ്ങനെ വരുന്നത് സാലറിയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വരുന്നത്? BP പ്ലസ് DA. DAക്ക് കണ്ടീഷൻ ഒന്നും ബാധകമല്ല. ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യനിലോട്ട് തന്നെ തിരിച്ചു പോവാം. മിസ്റ്റർ ആർ റിട്ടയേഴ്സ് ഫ്രം എ കമ്പനി ഓൺ 4th January 2024. നമ്മളിവിടെ പറഞ്ഞു അയാൾ എത്ര വർഷം സർവീസിലിരുന്നു? 16 years. അയാള് 16 years അയാള് സർവീസിലിരുന്നു. ഓക്കെ, അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ഹിസ് ബേസിക് സാലറി വാസ് 88,000. അയാളുടെ BP എത്രയായിരുന്നു? 88,000 ആയിരുന്നു. 88,000. And he was also entitled to a dearness allowance 16,000 per month. അപ്പോൾ D എത്രയാണ്? 16,000 per month. രണ്ട് പെർ മന്ത് ഡാറ്റയാണ് അല്ലെ? പെർ മന്ത്. On the retirement he received 12 lakh as gratuity. അയാൾക്ക് എത്ര ഗ്രാറ്റുവിറ്റി കിട്ടി? 12 lakh ഗ്രാറ്റുവിറ്റി ആയിട്ട് കിട്ടി. He is covered under the gratuity payment act. അപ്പൊ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്? പ്രത്യേകം ഗ്രാറ്റുവിറ്റി കിട്ടിക്കഴിഞ്ഞാൽ അയാൾ കവേർഡ് ആണോ നോട്ട് കവേർഡ് ആണോ എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ കവേർഡ് ആണ്. അപ്പൊ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള മെത്തേഡുകളൊക്കെ നമുക്കറിയാം. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? കവേർഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ആദ്യം എഴുതി വയ്ക്കുക. നിങ്ങൾ പരീക്ഷയ്ക്ക് അങ്ങനെ ചെയ്താൽ മതി. നമുക്ക് അറിയുന്ന കാര്യങ്ങൾ ആദ്യം എഴുതി വയ്ക്കുക. 3 കണ്ടീഷനാണ് നോക്കേണ്ടത്. 3 കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒന്ന് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്. എത്ര ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്? ക്വസ്റ്റ്യനിലേ തന്നിട്ടുണ്ട് അല്ലെ? 12 lakh ആണ് അയാൾക്ക് ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്. 3 കണ്ടീഷൻ അല്ലേ നോക്കേണ്ടത്? ഗ്രാറ്റുവിറ്റി റിസീവ്ഡ്. രണ്ടാമത്തെ എന്താ? 20 lakh അല്ലെ? 20 lakh അല്ലെ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത്? 20 lakh. 3 15 days സാലറി. അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം. 15 days സാലറി എന്ന് പറയുന്നത്. ആ 15 days സാലറി നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ലാസ്റ്റ് മന്ത് ഡ്രോൺ സാലറി. അയാൾ ലാസ്റ്റ് മന്ത് വാങ്ങിയിട്ടുള്ള സാലറി എന്ന് പറയുന്നത് എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 88,000 BP-യും 88,000 BP-യും പിന്നെ എത്രയാണ് ഡിയർനെസ് അലവൻസ് വാങ്ങിയിട്ടുള്ള അയാളെ? പ്ലസ് 16,000 പെർ മന്ത് ഡിയർനെസ് അലവൻസ്. 16,000 പെർ മന്ത് ഡിയർനെസ് അലവൻസും. ഇതല്ലേ അയാൾ ലാസ്റ്റ് മന്ത് വാങ്ങിയിട്ടുള്ള സാലറി എന്ന് പറയുന്നത് അല്ലേ? സംശയമില്ലല്ലോ. 16,000 പെർ മന്ത് ഡിയർനെസ് അലവൻസും 88,000 പെർ മന്ത് BP-യുമാണ് അയാളുടെ ലാസ്റ്റ് മന്ത് സാലറി എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിതൊന്ന് നമ്മുടെ ഫോർമുലയിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ 15 days സാലറി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോ 88,000 പ്ലസ് 16,000 അല്ലേ ഇയാളുടെ സാലറി എന്ന് പറയുന്നത്.
ഇതാണ് ലാസ്റ്റ് മന്ത് ഡ്രോൺ സാലറി എന്ന് പറയുന്നത്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 98,000 1,04,000 കിട്ടും അല്ലേ? 1,04,000. അപ്പോ ലാസ്റ്റ് മന്ത് സാലറി ഡിവൈഡഡ് ബൈ 26 into 15 into നമ്പർ ഓഫ് ഇയർ കംപ്ലീറ്റഡ് ഇൻ ദി സർവീസ്. ഇയാൾ സർവീസിൽ എത്ര ഇയർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഇയാള് 16 ഇയേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ? പാർട്ട് ഓഫ് ഇയർ അവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇൻറ്റു 16. ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ഇത്. ഓക്കെ, നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആണ് ഇത്. ക്ലിയർ ആണോ? നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സംഭവം സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 9,60,000 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് 3 കണ്ടീഷനും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? എമൗണ്ട് ആക്ച്വലി അയാൾക്ക് കിട്ടിയത് 12 lakh, സെക്കൻഡ് കണ്ടീഷൻ 20 lakh, പിന്നെ 15 days സാലറി. അപ്പൊ ഡിയർ സ്റ്റുഡൻസ്, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിൽ ഏറ്റവും ചെറിയ എമൗണ്ട് ഏതാ? ഈ 3 എണ്ണത്തില് ചെറിയ എമൗണ്ട് ഏതാ? ഇതല്ലേ? 9,60,000 എന്ന് പറയുന്നതല്ലേ? ഇതാണ് എക്സംപ്റ്റഡ് എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി. അപ്പോ ഇതിൽ ടാക്സബിൾ ആയിട്ടുള്ള എമൗണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക? ഇയാൾക്ക് കിട്ടിയിട്ടുള്ള ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത് 12 lakh, അതിൽ എക്സംപ്റ്റഡ് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇയാൾക്ക് 2,40,000 ആണ് എന്ത്? ടാക്സബിൾ എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി എന്ന് പറയുന്നത്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ നോക്കി നോക്കൂ, 12 ലക്ഷം ഇയാൾക്ക് ഗ്രാറ്റുവിറ്റി ആയിട്ട് കിട്ടിയാലും ഇയാൾ എത്ര രൂപയ്ക്ക് ടാക്സ് അടച്ചാൽ മതി? 2,40,000 റുപ്പീസിന് ടാക്സ് അടച്ചാൽ മതി. ബാക്കി 9,60,000 എന്താണ്? എക്സംപ്റ്റഡ് ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ, നമ്മൾ ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എംപ്ലോയീസ് നോട്ട് കവേർഡ് അണ്ടർ ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ടിന്റെ കേസ് ആണ്. ഇതിൽ എന്ത് ചെയ്യുന്നു? ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ് ഷാൾ ബി എക്സംപ്റ്റ്. 3 കാര്യങ്ങൾ തന്നെയാണ് ഇതിൽ ശ്രദ്ധിക്കാനുള്ളത്. 2 കാര്യങ്ങൾ ഇപ്പൊ നേരത്തെ ഡിസ്കസ് ചെയ്ത കവേർഡിന്റെ കേസ് പോലെ തന്നെ സെയിം ആണ്. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും ഗ്രാറ്റുവിറ്റി അയാൾക്ക് ആക്ച്വലി എത്ര കിട്ടിയിട്ടുണ്ട്, അതുപോലെ 20 lakh. 3ാമത്തെ പോയിന്റ് ആണ് നമ്മൾ പുതിയതായിട്ട് പഠിക്കാനായിട്ട് പോകുന്നത്. ഹാഫ് മന്ത് സാലറി ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. അത് കാണാനായിട്ട് അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ ഈ ഒരു ഞാൻ ഇവിടെ വെച്ചിട്ടുള്ള ഈ ഒരു ഫോർമുല പ്രകാരം 1/2 എന്നുള്ളത് ഹാഫ് മന്ത് സാലറി എന്നുള്ളത് 15/30 എന്ന് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. ഇതിന് പകരം 10 months ആവറേജ് സാലറി കണ്ടിട്ട് അതിനെ നേരിട്ട് അതിന്റെ ഹാഫ് എടുത്തിട്ട് ഇവിടെ വെച്ചാലും മതി. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ഈ ലാസ്റ്റ് 10 months ആവറേജ് സാലറി എന്ന് ഉദ്ദേശിക്കുന്നത്, ഇപ്പൊ ഒരാള് ഇതാണ് ഒരു വർഷം എന്നെടുക്കുക, അല്ലെങ്കിൽ ഇതൊരു കാലയളവാണെന്ന് എടുക്കുക, ഒരു പീരീഡ് ആണെന്ന് എടുക്കുക. ഈ ഒരു പീരീഡിൽ ഒരാൾ എന്ത് ചെയ്യുന്നു? റിട്ടയർ ആവുന്നു. ഈ റിട്ടയർ ആവുന്നതിന് തൊട്ട് മുന്നേയുള്ള 10 മാസത്തെ സാലറി നോക്കുക. ഈ റിട്ടയർ ആവുന്നതിന് തൊട്ട് മുന്നേയുള്ള 10 മാസത്തെ സാലറി നോക്കുക. ഇതെല്ലാം പരസ്പരം ആഡ് ചെയ്യുക. ഈ സാലറീസ് എല്ലാം പരസ്പരം ആഡ് ചെയ്യുക. ഇഫ് സപ്പോസ് എല്ലാ മാസവും 10,000 വെച്ചാണ് സാലറി കിട്ടിയിട്ടുള്ളത്, ഇയാൾ റിട്ടയർ ആവുന്നതിനുള്ള തൊട്ട് മുന്നേയുള്ള 10 മാസം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ മാസവും 10,000 വെച്ചാണ് സാലറി കിട്ടിയിട്ടുള്ളത് എങ്കിൽ 10,000 വെച്ചാൽ കിട്ടിയില്ലെങ്കിൽ ആവറേജ് സാലറി എത്രയായിരിക്കും? 10 months ആവറേജ് സാലറി 10,000 into 10, ദാറ്റ് ഈസ് 1 lakh ഡിവൈഡഡ് ബൈ 10 ആയിരിക്കും എന്ത്? ആവറേജ് സാലറി, ദാറ്റ് ഈസ് 10,000 തന്നെ ആയിരിക്കും. ഓക്കെ, ഇനി സപ്പോസ് ഇയാൾ റിട്ടയർ ആവുന്നതിന് തൊട്ട് മുന്നേയുള്ള പീരീഡ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 6 months ഇയാൾക്ക് 10,000 വെച്ചാണ് സാലറി കിട്ടിയിട്ടുള്ളത്, 6 months. പിന്നെ വരുന്ന 4 months ഇയാൾക്ക് 15,000 വെച്ചാണ് സാലറി കിട്ടിയിട്ടുള്ളത്. ഓക്കെ, 4 months ഇയാൾക്ക് എത്രയാണ് കിട്ടിയിട്ടുള്ളത്? 15,000 വെച്ചാണ് സാലറി കിട്ടിയിട്ടുള്ളത്. ഓക്കെ, 15,000. അപ്പൊ ഇയാളുടെ 10 months ആവറേജ് സാലറി കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ കാണുക? 6 into 10,000 60,000, 4 into 15,000 60,000 അല്ലെ? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 1,20,000 ഡിവൈഡഡ് ബൈ 10 months ആവറേജ് സാലറി അല്ലേ കാണേണ്ടത്? അപ്പോൾ ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ 12,000 കിട്ടും. ഇങ്ങനെയാണ് ഇത് കാണേണ്ടത്. എന്നിട്ട് നേരെ ഇതിന്റെ പകുതി എടുത്താൽ മതി നമുക്ക് ഇവിടെ അല്ലേ? ഇവിടെ നേരിട്ട് പകുതി എടുത്താൽ മതി. 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം നേരിട്ട് പകുതി എടുത്താൽ മതി. അത് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. പിന്നെ ഇവിടെ സാലറി എന്ന് പറയുമ്പോൾ അതിന്റെ കണ്ടന്റ്സ് എന്തൊക്കെയാണ് വരുന്നതെന്നാണ്. ബേസിക് സാലറി, ഡിയർനെസ് അലവൻസ്, കമ്മീഷൻ. പക്ഷേ ഈ ബേസിക് സാലറി എന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ട് നമ്മൾ എടുക്കേണ്ടതാണ്. DAക്ക് കണ്ടീഷൻ ഉണ്ട്. ഇഫ് പാർട്ട് ഓഫ് സാലറി ആണെങ്കിൽ മാത്രം എടുത്താൽ മതി. കമ്മീഷന് കണ്ടീഷൻ ഉണ്ട്.
ഇഫ് ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ ആണെങ്കിൽ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നമ്മുടെ HRAക്കും അതുപോലെ തന്നെ നമ്മുടെ HRAക്കും പിന്നെ നമ്മുടെ റെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിനൊക്കെ എടുക്കുന്നത് പോലെ തന്നെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് BP പ്ലസ് DA ഇഫ് പാർട്ട് ഓഫ് സാലറി, അതുപോലെ തന്നെ പ്ലസ് കമ്മീഷൻ. അവിടെ എന്തുണ്ട്? കമ്മീഷൻ ഒരു കണ്ടീഷൻ ഉണ്ട്, ഇഫ് ഇറ്റ് ഈസ് ഫിക്സ്ഡ് പെർസെൻറ്റേജ് ഓഫ് ടേൺ ഓവർ. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇതാണ് ക്വസ്റ്റ്യൻ. മിസ്റ്റർ എ ഹാസ് റിട്ടയർഡ് ഫ്രം എ പ്രൈവറ്റ് കമ്പനി ഓൺ 30th November. പിന്നെ ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പീരിയഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാൻ വിട്ടുപോയി. പീരിയഡ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസിൽ പാർട്ട് ഓഫ് എ ഇയർ എന്ത് ചെയ്യില്ല? കൺസിഡർ ചെയ്യില്ല. പാർട്ട് ഓഫ് ഇയർ എന്ത് ചെയ്യില്ല? കൺസിഡർ ചെയ്യില്ല. അപ്പോ 34 ഇയേഴ്സ് 9 months എന്ന് തന്നു കഴിഞ്ഞാൽ നമ്മൾ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എത്ര എടുക്കുള്ളൂ? 34 ഇയറിനെ എടുക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നോട്ട് കവേർഡിൽ എന്ത് ചെയ്യുന്നില്ല? പാർട്ട് ഓഫ് ഇയർ കവർ ചെയ്യുന്നില്ല. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ. നേരത്തെ നമ്മൾ ഇതിന്റെ ഓപ്പോസിറ്റ് അല്ലേ പറഞ്ഞത്? കവേർഡില് പാർട്ട് ഓഫ് ഇയർ കവർ ചെയ്യുന്നു, നോട്ട് കവേർഡിൽ പാർട്ട് ഓഫ് ഇയർ കവർ ചെയ്യുന്നില്ല. അപ്പൊ ഈ ക്വസ്റ്റ്യനിലോട്ട് പോയി കഴിഞ്ഞാൽ ഇയാൾ എന്നാ റിട്ടയർ ആയത്? 30th November റിട്ടയർ ആയത് അല്ലേ? 2023. He was working since 1st March 1997. He received 8 lakh as gratuity. എത്ര കിട്ടി? 8 lakh ഗ്രാറ്റുവിറ്റി ആയിട്ട് കിട്ടി. His salary was 20,000-32,800-60,000. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇത് ഞാൻ ഒരു അഡീഷണൽ പോയിന്റ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻ ആഡ് ചെയ്താണ്, ഇങ്ങനെ വെച്ചതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇയാളുടെ സാലറി 20,000 തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഓരോ വർഷം എന്ത് ചെയ്യുന്നു? അത് നമുക്ക് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, ഇങ്ങോട്ട് വരുമ്പോൾ പറഞ്ഞുതരാം. ഇയാളുടെ സാലറി ഇൻക്രിമെന്റിനെ കാണിക്കാനാണ് ഇങ്ങനെ സാലറി തരുന്നത്. ഇങ്ങനെ സാലറി തരുന്നത് ഇൻക്രിമെന്റിനെ കാണിക്കാനാണ്. ഓക്കെ, അയാൾക്ക് ഫസ്റ്റ് മാർച്ച് 1997 തൊട്ട് അയാൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഹിസ് സാലറി ഗ്രേഡ് വാസ് 20,400, 32,800, 60,000 സിൻസ് 1st March 2012. എന്ന് തൊട്ടാണ് ഇങ്ങനെ ആവാൻ തുടങ്ങിയത്? ഇയാളുടെ സാലറി 1st March 2012 തൊട്ടാണ്. അപ്പൊ നമുക്ക് അത് നോക്കാം. അപ്പോ 1st March 2012 എന്ന് പറയുമ്പോൾ 2012-13 എന്ന് പറയുന്ന വർഷം അയാളുടെ സാലറി 20,000 ആവും. പിന്നെ അയാളുടെ നെക്സ്റ്റ് ഇയറിൽ അയാളുടെ സാലറി എന്ത് ചെയ്യുന്നു? 13-14 അയാളുടെ സാലറിയിലെ കൂടെ എന്ത് ആഡ് ചെയ്യുന്നു? അല്ലെങ്കിൽ എന്ത് ഇൻക്രിമെന്റ് വരുന്നു? 400 ഇൻക്രിമെന്റ് വരുന്നു. പിന്നെ നെക്സ്റ്റ് ഇയർ എന്ത് വരുന്നു? വീണ്ടും +400 ഇൻക്രിമെന്റ് വരുന്നു. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഇയർ എന്ത് വരുന്നു? +400 ഇൻക്രിമെന്റ് വരുന്നു. പിന്നെ നെക്സ്റ്റ് ഇയർ എന്ത് ചെയ്യുന്നു? കണ്ടോ, 16, 17, 17, 18, 18, 19, 19, 20, 20, 21 ഈ വർഷങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നു? +400 വെച്ച് ഇയാൾക്ക് ഇൻക്രിമെന്റ് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോ ഏത് വരെ ഇങ്ങനെ ഇൻക്രിമെന്റ് കിട്ടിക്കൊണ്ടിരിക്കും? 32,000 ആവുന്നത് വരെ. അതായത് ഈ 20,000 എന്ന് പറയുന്ന ഇയാളുടെ ബേസിക് സാലറി 400 ഇൻക്രിമെന്റ് എല്ലാ വർഷവും കിട്ടിക്കൊണ്ടിരിക്കും അപ് ടു 32,000 വരെ. ഇയാളുടെ സാലറി 400 ആഡ് ചെയ്ത് ഓരോ വർഷം ആഡ് ചെയ്ത് 32,000 ആവുന്നത് വരെ 400 കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ ഇയാളുടെ ഇൻക്രിമെന്റ് എത്രയായിരിക്കും? 800 ആയിരിക്കും. അതാണ് ഇങ്ങനെ സാലറി തരുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോ 32,000 കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ അയാളുടെ സാലറി എത്രയായിരിക്കും? 32,800 ആയിരിക്കും. അങ്ങനെ 60,000 വരെ ഇയാളുടെ ഇൻക്രിമെന്റ് ഓരോ വർഷം 800 രൂപ കൂടി പോയിക്കൊണ്ടിരിക്കും. അത് കാണിക്കാനാണ് അങ്ങനെ സാലറി തരുന്നത്. ഓക്കെ, അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഇയർ വെച്ചിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പൊ ഇയാൾ റിട്ടയർ ആയതെന്നാ നമ്മൾ ഡേറ്റ് നോക്കുമ്പോൾ November 30th 2023. അത് നമുക്ക് അവിടെ ആവശ്യം വരും കേട്ടോ. ഇയാൾ റിട്ടയർ ആയത് November 30th 2023. ഇയാള് റിട്ടയർ ആയിട്ടുള്ള മന്ത് ആണ് ഇവിടെ. ഓക്കെ, November 30th 2023. അത് 30th എന്ന് പറയുമ്പോൾ ഈ നവംബർ ഇതിൽ ഇൻക്ലൂഡഡ് ആവും. അപ്പൊ റിട്ടയർ ആയത് തൊട്ട്
തൊട്ട് പിന്നിലുള്ള 10 മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, അത് നമുക്ക് എന്തിനാണെന്ന് പറയാം. അപ്പൊ നമുക്ക് 3 കണ്ടീഷനാണ് നോക്കേണ്ടത്. ഒന്ന് എന്താണ്? ഒന്ന് എമൗണ്ട് ആക്ച്വലി റിസീവ്ഡ്, അയാൾക്ക് എത്ര എമൗണ്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അത് നമുക്ക് ക്വസ്റ്റ്യനിലെ തന്നിട്ടുണ്ട്. എത്രയാണ്? 8 lakh ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിലെ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ എമൗണ്ട് ആക്ച്വലി കിട്ടിയത് നിങ്ങൾ അങ്ങനെ എഴുതിയാൽ മതി. എമൗണ്ട് റിസീവ്ഡ്. രണ്ടാമത്തെ 20 lakh, അത് നമുക്ക് കണ്ണും കൂട്ടി എഴുതാം. പിന്നെ ഹാഫ് മന്ത് സാലറി ആണ് നമുക്ക് അടുത്തത് കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ ഹാഫ് മന്ത് സാലറി കണ്ടുപിടിക്കുമ്പോൾ ഇയാളുടെ സാലറിയിൽ ഇൻക്രിമെന്റ് വന്നതുകൊണ്ട് പല ചേഞ്ചസും ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അല്ലെ. ഈ 2023 കിടക്കുന്ന എവിടെയാ? ഇതാ 2023 November 30th ഇയാൾ റിട്ടയർ ആയിരിക്കുന്നത്. ആ ഒരു സമയത്ത് ഇയാൾ വാങ്ങുന്ന സാലറി എന്ന് പറയുന്നത് എത്രയാണ്? 24,400 ആണ്. നവംബർ 1 മാർച്ചിനാണ് സാലറി റിവിഷൻ വരുന്നത്. ആ 1 മാർച്ച് 2023 എന്ന് പറയുമ്പോൾ ഇതിൽ പെടും. അതിലെ സാലറി എത്രയാണ്? 24,400. പിന്നെ ഈ മാർച്ചിന് മുന്നേ ഇയാളുടെ സാലറി എത്രയായിരിക്കും? 24,000. 22-23 ഫെബ്രുവരിത്തെ സാലറി, ഈ 22-23 വരുന്നതാണ് ഫെബ്രുവരി എന്ന് പറയുന്നത്. ആ ഫെബ്രുവരിയിലെ സാലറി എത്രയാണ്? 24,000. സോ ഇയാളുടെ 9 months സാലറി വന്നിട്ട് 24,400. 24,400. 1 month സാലറി എന്ന് പറയുന്നത് 24,000. എന്തുകൊണ്ട് അങ്ങനെ എടുത്തു എന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. 1 മാർച്ച് 2023 സാലറി റിവിഷൻ വരിക. അപ്പോൾ ഈ 23-24 എന്ന് പറയുന്ന ഇയറിൽ ഇയാൾ റിട്ടയർ ആവുന്നത് നവംബറിലാണ്. നവംബറിന്റെ തൊട്ട് മുന്നേയുള്ള മാസങ്ങൾ എടുത്ത് നോക്കുമ്പോൾ അതിൽ മാർച്ചിന് ശേഷം ഒരു ഫെബ്രുവരിയും വരുന്നുണ്ട്. ഈ ഫെബ്രുവരി അയാളുടെ സാലറി 400 കുറഞ്ഞിട്ടായിരിക്കും. റിട്ടയർ ആകുമ്പോൾ ഇയാളുടെ സാലറി വന്നിട്ട് 24,400 ആണ്. അത് 400 കുറച്ച് കഴിഞ്ഞാൽ 24,000 ആണ് വരിക. അപ്പൊ എങ്ങനെ ഇയാളുടെ 10 months ആവറേജ് സാലറി കാൽക്കുലേറ്റ് ചെയ്യാം? 1 into 24,000. ഇതാ സാലറി ഫോർ 1 month into 24,000. സാലറി ഓഫ് 9 months into 24,400. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 10 months സാലറി കിട്ടും. 2,43,600. ഓക്കെ, ഡിവൈഡഡ് ബൈ 10 ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടി? 10 months ആവറേജ് സാലറി കിട്ടി. ഓക്കെ, അതിന്റെ പകുതി 24,360 into half. ഓക്കെ, ഞാൻ നേരത്തെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞല്ലോ ഇൻറ്റു ഹാഫ് ചെയ്യണത്. ഹാഫ് മന്ത് സാലറി ആണല്ലോ നമുക്ക് വേണ്ടത്. ഇൻറ്റു ഇയാൾ എത്ര ആണ് ഇയാളുടെ സർവീസ് പീരീഡ് എന്ന് പറയുന്നത്? 26 years ആണ് അല്ലെ. 26 years ആണല്ലേ. ഇയാൾ എന്ന് തൊട്ടാണ് വർക്ക് തുടങ്ങിയത്? 1 മാർച്ച് 1997 തൊട്ടാണ്. അപ്പോൾ ഇയാൾ റിട്ടയർ ആവുന്നത് 2023 ഇയാൾ റിട്ടയർ ആവുന്നത്. അപ്പോൾ മൊത്തം ഇയാൾ 26 years വർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1 മാർച്ച് 1997 വർക്ക് തുടങ്ങിയിട്ട് 26 year ആവുന്നത് എപ്പോഴാ? 1 മാർച്ച് 2023. അതിനുശേഷം അയാള് ഒരുപാട് മാസങ്ങൾ വീണ്ടും വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ. ഇതാ ഇത്ര 9 മാസം അയാൾ എക്സ്ട്രാ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോ ശരിക്കും അയാൾ എത്ര വർഷം വർക്ക് ചെയ്തു? എത്ര പീരീഡ് വർക്ക് ചെയ്തു? 26 yearsഉം 9 monthsഉം അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ പാർട്ട് ഓഫ് ഇയർ നമ്മൾ നോട്ട് കവേർഡിൽ എന്ത് ചെയ്യുന്നില്ല? കൺസിഡർ ചെയ്യുന്നില്ല. അപ്പൊ അയാളുടെ പീരീഡ് എത്ര തന്നെ ഉള്ളൂ? 26 years തന്നെ ഉള്ളൂ. അപ്പോൾ ഇത് ഇൻറ്റു ഹാഫ് 24,360 ഇൻറ്റു ഹാഫ് ഇൻറ്റു 26 നമ്പർ ഓഫ് ഇയർ, അയാൾ പീരീഡിൽ ഇരുന്നിട്ടുള്ള നമ്പർ ഓഫ് ഇയർ. അപ്പൊ ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതും ക്യാൻസൽ ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഇതാ 12,180 എന്ന് കിട്ടും ഇൻറ്റു 26 years. അത് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫിഗർ കിട്ടും. ഓക്കെ, നമുക്ക് 3 ഫിഗറും കിട്ടിയിരിക്കുകയാണ്. 3 ഫിഗറും കിട്ടി. ഇതിൽ ഏറ്റവും ലീസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് ഏതാ? 3 ഫിഗർ നമുക്ക് കിട്ടിയിരിക്കുകയാണ്. ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. ഓക്കെ, ഇത് രണ്ടും കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ നമുക്ക് ഈ 3 ഫിഗറിൽ ഏറ്റവും ചെറുത് ഏത് വരും മക്കളെ? ഏറ്റവും ചെറുത് ഏത് വരും? 3,16,680. ഇതാണ് എക്സംപ്റ്റഡ് എമൗണ്ട് ഓഫ് ഗ്രാറ്റുവിറ്റി. അയാൾക്ക് കിട്ടിയിട്ടുള്ള ഗ്രാറ്റുവിറ്റിന്ന്
ടാക്സ് അടയ്ക്കേണ്ടാത്ത പോർഷൻ എന്ന് പറയുന്നത് 3,16,680 ആണ്. അത് നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക് ഓക്കെ ആണെന്ന് കരുതുന്നു. നമ്മൾ കവേർഡ് നോട്ട് കവേർഡ് ഈ രണ്ട് സംഭവങ്ങളാണ് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. എനിക്ക് എല്ലാവർക്കും ഓക്കെ ആണെന്ന് കരുതുന്നു. താങ്ക് യു.